നമസ്തേ, ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പറയുന്നത് മന്ത്രത്തെക്കുറിച്ചിട്ടാണ്. എന്താണ് മന്ത്രം? മന്ത്രത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മന്ത്രജപം നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എങ്ങനെയാണ് മന്ത്രം ജപിക്കേണ്ടത്? ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ പറയുന്നത്. എന്താണ് മന്ത്രം? പ്രപഞ്ചത്തിൽ എല്ലാത്തിനും കാരണമായ ഒരു വസ്തു ഉണ്ടോ? ആ വസ്തുവാണ് മന്ത്രം. മനസ്സിലായില്ല അല്ലേ? എന്നാൽ വിശദമായി തന്നെ പറയാം. മനനാൽ ത്രായതേ ഇതി മന്ത്ര. മനനം കൊണ്ട് രക്ഷിക്കപ്പെടുന്നത് എന്താണോ അതാണ് മന്ത്രം. അപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. നമ്മുടെ പ്രപഞ്ച ശക്തിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? പ്രപഞ്ചത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ആ ശക്തിയാണല്ലോ. അപ്പം അതിനെ നമ്മൾ നിരന്തരമായി മനനം ചെയ്യുമ്പോൾ അത് നമ്മളെ രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. അത്രിഗുപ്ത പരിഭാഷേണ എന്ന ധാതുവിൽ നിന്നാണ് മന്ത്രത്തിൻ്റെ ഉത്ഭവം. സ്വകാര്യമായി സംസാരിക്കുക എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഈ മന്ത്രം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വകാര്യമായി സംസാരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പരമാത്മാവിൻ്റെയോ അതിൻ്റെ ഭാഗങ്ങളായ ദേവതാ സങ്കല്പങ്ങളുടെയോ ശബ്ദപ്രതീകങ്ങളെയാണ് മന്ത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മപ്രതീകമായി നമ്മൾ ഓം ജപിക്കുന്നു, ഗണപതി പ്രതീകമായി ഗം ജപിക്കുന്നു, കൃഷ്ണ പ്രതീകമായി ക്ലീം ജപിക്കുന്നു, ദേവി പ്രതീകമായി ഹ്രീം. അങ്ങനെ ഓരോ ദേവീ ദേവന്മാർക്കും വ്യത്യസ്തമായ ശബ്ദ പ്രതീകങ്ങളുണ്ട്. അത് കുറേ ബീജാക്ഷരങ്ങൾ ചേർന്നതാണെന്ന് നമുക്കറിയാം. ഇവിടെ അക്ഷരം എന്ന് പറയുന്നത് എന്താണ്? അക്ഷരം, നാശമില്ലാത്തത്. അതാണ് അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം. അക്ഷരം എന്ന് പറയുന്നത് അഗ്നിയാണ്. അഗ്നി അറിവാണ്. അറിവിനൊരിക്കലും നാശമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ അക്ഷര കൂട്ടങ്ങളുടെ, അതായത് ശബ്ദവീഥികളുടെ കൂട്ടത്തെയാണ് മന്ത്രം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രധ്വനികൾ അല്ലെങ്കിൽ ഈ ശബ്ദവീചികൾ, അക്ഷരക്കൂട്ടങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക ശക്തിയെ ഉണർത്തുന്നു. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളോടൊരാൾ ദേഷ്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുക. അത് കേൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് യാതൊരു വിധമായ കോട്ടങ്ങളും സംഭവിക്കുന്നില്ല. നമ്മുടെ കൈകാൽ പോവുകയോ കാല് മുറിയുകയോ അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ നമ്മുടെ ശരീരത്തിന് യാതൊരു വിധമായ കോട്ടങ്ങളും സംഭവിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഒരു ഉള്ളുകൊണ്ട് ഒരു വിറയൽ, ദേഷ്യം, സങ്കടം, പ്രയാസം, ശരീരത്തിനൊരു തളർച്ച ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതെന്താണ് അതിന് കാരണം? അതായത് ദേഷ്യത്തിൽ പറഞ്ഞ ശബ്ദവീചികൾ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ആന്തരിക ശക്തിയെ പീഡിപ്പിച്ചു. ആ ആന്തരിക ശക്തിയിൽ അത് കൊണ്ടു. അതുകൊണ്ട് ആന്തരിക ശക്തിക്കുണ്ടായ ഒരു എഫക്റ്റാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളായിട്ട് വന്ന് ഭവിച്ചത്. ഇതേപോലെ തന്നെയാണ് തിരിച്ച് നമ്മളോടൊരാൾ സ്നേഹത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക ശക്തിക്ക് അത് സന്തോഷകരമാകും, ആനന്ദകരമാകും. ആ സമയം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിന് നല്ലൊരു പ്രസരിപ്പും എനർജിയും ആനന്ദവും ഒക്കെ ഉണ്ടാകുന്നു. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഏതൊരു ശബ്ദത്തിനും ശക്തി ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ശക്തികൾ നമ്മളുടെ ഹൃദയത്തെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് ദേഷ്യത്തിൽ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും സന്തോഷത്തിൽ പറയുമ്പോൾ ആനന്ദമുണ്ടാകുന്നതിനുള്ള കാരണം. ഇത് തന്നെയാണ് മന്ത്രജപത്തിലും സംഭവിക്കുന്നത്. നാം മന്ത്രമായി ജപിക്കുന്ന അക്ഷരധ്വനികൾ നമ്മളുടെ പ്രാണമയ കോശത്തിലും അതിൻ്റെ വിദ്യുത് കാന്തി വലയം നമ്മളുടെ മനോമയ കോശത്തിലും നിറയുന്നു. ഇങ്ങനെ നിരന്തരമായ പ്രയത്നത്തിലൂടെ ഈ മന്ത്രം നമ്മുടെ ഉള്ളിൽ ഈ മനോമയ കോശത്തിലും അല്ലെങ്കിൽ പ്രാണമയ കോശത്തിലും സ്ഥിരതയാർജിക്കുന്നു. അങ്ങനെ നമുക്ക് മന്ത്രസിദ്ധിയെ കൈവരിക്കുന്നു. അങ്ങനെ നിരന്തരമായ മന്ത്രജപത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സമാധാനവും സൽചിന്തയും സത്പ്രവൃത്തിയും ഒരു അച്ചടക്കവും ഒക്കെ ലഭിക്കുകയും അയാളുടെ ജീവിതം വളരെ ശാന്തസുന്ദരമായി പോവുകയും ചെയ്യും. ഇത് നിരന്തര ഉപാസനയിലൂടെ ഇയാൾക്ക് ഈശ്വരസിദ്ധി കൈവരിക്കുകയും ചെയ്യും. ഇങ്ങനെ നിരന്തരമായ മന്ത്രജപത്തിലൂടെ നമുക്ക് പുരുഷാർത്ഥങ്ങളെ കൈവരിക്കാൻ സാധിക്കുന്നു. എന്താണ് പുരുഷാർത്ഥങ്ങൾ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് പുരുഷാർത്ഥങ്ങൾ. നമുക്ക് നിരന്തരമായ മന്ത്രജപത്തിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. സത്യയുഗത്തിൽ ഉപാസനയായിരുന്നത് തപസ്സാണ്. ത്രേതായുഗത്തിൽ അത് യാഗങ്ങളായി.
ദ്വാപര യുഗത്തിൽ വന്നപ്പോൾ അത് പൂജാതി കർമ്മങ്ങളിലായി. എന്നാൽ കലിയുഗത്തിൽ വന്നപ്പോഴോ അത് മന്ത്രങ്ങളായി അല്ലെങ്കിൽ നാമജപങ്ങളായി. അതിന് പൂന്താനം തന്നെ പറയുന്നുണ്ടല്ലേ, കലിയുഗത്തിൽ നാമജപം, അതായത് കൃഷ്ണ കൃഷ്ണ ഇങ്ങനെയുള്ള നാമങ്ങൾ ജപിച്ചാൽ തന്നെ മോക്ഷപ്രാപ്തിയെ ലഭിക്കുമെന്ന് പൂന്താനം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കലിയുഗത്തിൽ യുഗങ്ങളിൽ ഏറ്റവും നല്ലു കലിയുഗം എന്നാണ് പറയുക. അപ്പോൾ കലിയുഗത്തിൽ നാമജപം കൊണ്ട് മോക്ഷപ്രാപ്തിയെ കിട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെ നിരന്തരമായ മന്ത്രജപത്തിലൂടെ നമ്മുടെ ഉള്ളിലുള്ള സ്ഥൂല സൂക്ഷ്മ ദേഹാദികളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തുവാൻ സാധിക്കുന്നു. ഈ ചൈതന്യത്തിന് പറയുന്ന പേരാണ് കുണ്ടലിനി ശക്തി. അങ്ങനെ ഉണർത്തപ്പെടുന്ന കുണ്ടലിനി ശക്തി വഴി നമുക്ക് ഈശ്വരനിൽ എത്തിച്ചേരാനും ഈശ്വരനായി തീരാനുമുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് പറഞ്ഞത് ശിവം ഭൂത്യ ശിവം യജേത്. അങ്ങനെ ശിവനായി തീരുക എന്നുള്ളതാണ് ഈ മന്ത്രജപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കുണ്ടലിനി ശക്തിയെക്കുറിച്ചും നമ്മളുടെ ശരീരത്തിലുള്ള ഊർജ കേന്ദ്രങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. അപ്പം മന്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. മന്ത്രം ഏതൊക്കെ രീതിയിൽ ജപിക്കാം? മന്ത്രം 3 തരത്തിലാണ് ജപിക്കാവുന്നത്. അതായത് നമ്മൾ ശബ്ദത്തിൽ ജപിക്കുന്ന ആ രീതിയെ വൈഖരി എന്നാണ് പറയുക. വൈഖരി മന്ത്രജപം, അതായത് ഉച്ചത്തിൽ ജപിക്കുക. രണ്ടാമത് നമ്മൾ വളരെ മർമ്മരമായി, അതായത് നമുക്ക് തന്നെ കേൾക്കാവുന്ന രീതിയിൽ ജപിക്കുന്നത് ഉപാംശു, അതിനെയാണ് ഉപാംശു എന്ന് പറയുന്നത്. മൂന്നാമത് നമ്മൾ മാനസികമായി ജപിക്കുന്നതാണ് മാനസികം. ഇതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മാനസികം തന്നെയാണ്. മാനസികമായി ജപിക്കുന്നതിനാണ് പെട്ടെന്ന് നമുക്ക് ഫലത്തെ കിട്ടുക. ഇനി മന്ത്രം ജപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് ശരീരശുദ്ധി ഉണ്ടായിരിക്കണം, മനഃശുദ്ധി ഉണ്ടായിരിക്കണം, ഏകാഗ്രത ഉണ്ടായിരിക്കണം, ശ്രദ്ധയുണ്ടായിരിക്കണം, ഭക്തി ഉണ്ടായിരിക്കണം, വിശ്വാസമുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മന്ത്രജപം നടത്തുമ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്. സംസ്കൃതത്തിൽ നമ്മുടെ പുരാണങ്ങളിലും വേദങ്ങളിലുമായിട്ട് 24 ഛന്ദസ്സുകളിലായിട്ട് നമുക്ക് 6.25 കോടിയിൽ പരം മന്ത്രങ്ങളുണ്ട്. ഇതിൽ ഒരു മന്ത്രം കൊണ്ട് തന്നെ നമുക്ക് ഈശ്വരസിദ്ധിയെ കൈവരിക്കാൻ സാധിക്കും. ഈ മുഴുവൻ മന്ത്രം ഉപയോഗിക്കാതെ തന്നെ ഇതിലേതെങ്കിലും ഒരു മന്ത്രം കൊണ്ട് തന്നെ നമുക്ക് ഈശ്വരസിദ്ധിയെ ലഭ്യമാക്കാൻ സാധിക്കും. ഇനി മറ്റൊന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരേ മന്ത്രം തന്നെ പ്രയോഗ വൈവിധ്യത്താൽ നമുക്ക് പല കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പ്രധാനമായും 6 കാര്യങ്ങളാണുള്ളത്. ശാന്തി, വശ്യം, സ്തംഭനം, ഉച്ചാടനം, വിദ്വേഷണം, മാരണം. ഇങ്ങനെ 6 കാര്യങ്ങൾക്കാണ് ഒരേ മന്ത്രം തന്നെ അതിൻ്റെ പ്രയോഗ രീതിയിൽ വ്യത്യാസം വരുത്തി അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇങ്ങനെ ഈ മന്ത്ര സാധനയിൽ കൂടി ഉണ്ടാകുന്ന അത്ഭുത സിദ്ധികൾ അല്ലെങ്കിൽ അത്ഭുത കഴിവുകൾ, അതാണ് നമുക്ക് ഈശ്വരനിലേക്ക് എത്തപ്പെടാനുള്ള മാർഗം, അല്ലെങ്കിൽ നമ്മളും ഈശ്വരനായി തീരുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധാരണ മനുഷ്യന് അസാധ്യമായ പല അത്ഭുതങ്ങളും നിരന്തരമായ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ജപത്തിലൂടെ ഒരു മനുഷ്യന് സാധിക്കുന്നതാണ്. ഇങ്ങനെ മന്ത്രജപം കൊണ്ട് അത്ഭുത സിദ്ധികൾ സാധിക്കുമോ? ഇങ്ങനെയുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും ഉയരുന്നതാണ്. ഒന്നും മനസ്സിലാക്കുക, സാധാരണ മനുഷ്യന് നമ്മളെ എങ്ങനെയൊക്കെ ചിന്തിക്കുകയുള്ളൂ. നമ്മളുടെ ചിന്താമണ്ഡലത്തിൽ പോലും എത്തപ്പെടാൻ സാധിക്കാത്ത അത്ഭുതങ്ങളായ ധാരാളം കാര്യങ്ങൾ ഇപ്പോഴും ഈ പ്രകൃതിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിഗൂഢമായി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ള സത്യത്തെ മറക്കാതിരിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമസ്തേ.